അങ്ങനെ ആശാരിച്ചക്കൻ്റെ അടുത്ത സൈറ്റും കൂടി റെഡി ആയിരിക്കും കേട്ടോ. ഒരു ചെറിയ സൈറ്റാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തീർക്കണം. അപ്പോൾ ലോഡും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്, എല്ലാ ഐറ്റങ്ങളും കയറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്ന വർക്കുകളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും, മൂട്ടിന് തീ പിടിച്ച പോലെ ആയിരിക്കും. പക്ഷെ നമുക്ക് A to Z നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഒട്ടും മടുക്കാത്തൊരു പരിപാടിയാണ് ഡ്രൈവിങ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുപോയിട്ട് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു 3-4 ദിവസം നിന്ന്, അല്ല ഒരാഴ്ച നിന്ന് സെറ്റ് ചെയ്യും. മാസങ്ങളുള്ള വർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ പിള്ളേരെ സ്റ്റേ ചെയ്യിപ്പിക്കും. അപ്പോൾ പുതിയൊരു മെഷീനും കൂടി വാങ്ങിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. മെഷീൻ എന്തുകൊണ്ടാണ് വാങ്ങുന്നത്, ഫുള്ള് കമ്പനി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മെഷീനിന് ആവശ്യമുള്ള സമയമാണ്. പിന്നെ നമ്മുടെ ടീമുകൾക്കുള്ള ഫുഡ് കാര്യങ്ങൾ, നമ്മൾ ചിലവെല്ലാം ഞാൻ തന്നെയാണ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ സ്ഥിരമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ പാകം ചെയ്തിട്ട് തന്നെ കഴിക്കുക. പക്ഷേ 2-3 ദിവസമാണ് വെച്ചാൽ നമുക്ക് അവിടുത്തെ ഫുഡ് വെറൈറ്റീസൊക്കെ കഴിക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ പോലും ഞാൻ പറഞ്ഞല്ലോ സമാധാനമില്ല. ആകെ 3 ദിവസം പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് പിള്ളേരെ ആക്കിയിട്ട് നാട്ടിലേക്ക് വരേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോൾ രാത്രി 9 മണി വരെ പണിയെടുത്തത് കൊണ്ട് തന്നെ രാവിലെ വണ്ടിയിൽ യാത്ര ചെയ്തതും പിന്നെ ലോഡ് ഇറക്കലും കാര്യങ്ങളും പണിയൊക്കെ കൂടിയായപ്പോൾ ഭയങ്കര ക്ഷീണമായപ്പോൾ ഞങ്ങൾ 9 മണിക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് റൂം എടുത്തിട്ട് അവിടെ തന്നെ കിടന്നു. പുലർച്ചയ്ക്കൊരു 2-2:30 ആകുമ്പോൾ എണീറ്റു കേട്ടോ. എണീറ്റിട്ട് ഫ്രണ്ടിൻ്റെ വണ്ടി ബൈക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പുലർച്ചയ്ക്ക് എണിക്കുന്ന കാഴ്ചകളും ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ റോഡാണ് ഉള്ളത്. അവിടെ മാർക്കറ്റൊക്കെ ഭയങ്കര സജീവമായി. കാരണം 12 മണിക്ക് ശേഷം മാർക്കറ്റിൽ ലോഡും കാര്യങ്ങളൊക്കെ വരുന്ന സമയമല്ലേ. അപ്പോൾ ആൾക്കാർ പാല്, പത്രം, അതേപോലെ തന്നെ മീൻ, ചിക്കൻ, അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ വരലും പിന്നെ പച്ചക്കറി മെയിനായിട്ട് ലോഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഭയങ്കര കാഴ്ചയാണ്. ഹൈവേയിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പക്ഷേ വലിയ വണ്ടികളുടെ, അതായത് ഇൻട്രസ്റ്റേറ്റ് ബസ്സുകളും അതേപോലെ തന്നെ ബസ്സുകളുടെയും ലോറികളുടെയും നല്ല തിരക്കുണ്ടാവും. അപ്പോൾ രാത്രി ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് ബൈക്ക് റൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ രാവിലെ അവിടെ എത്തേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ പ്രസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കുറേ വിശേഷങ്ങൾ പറയാട്ടാ. ഭയങ്കര ചിലവ് കൂടിക്കൊണ്ടിരിക്കണം ഓരോ ഐറ്റത്തിനും. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ അവർ നമ്മൾ WPCയാണ് കൂടുതൽ യൂസ് ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റെക്സിൻ്റെ ഒരുപാട് ആവശ്യമുണ്ട്. ഇപ്പോൾ 30 ഷീറ്റ് പ്രസ് ചെയ്യണമെങ്കിൽ 30 കിലോ ഹീറ്റെക്സ് തന്നെ വേണം. അപ്പോൾ അത് എടുത്ത് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ രാത്രി ഡ്രൈവിങ് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തമിഴ്നാട് കേട്ടോ. ഇവിടെ മെയിനായിട്ട് പേടിക്കേണ്ടത് സിഗ്നലുകളിൽ ടോൾ ഒന്നാമത്തെ പ്രശ്നം കേട്ടോ. ടോള് എല്ലാവിടെയും ടോൾ കൊടുക്കുന്നത് നമ്മളെ എതിരൊന്നുമല്ല. പക്ഷേ ടോൾ കൊടുത്തിട്ട് നമ്മൾ മണിക്കൂറുകളോളം അവിടെ നിൽക്കണം. പിന്നെ ഈ സ്ലീപ്പിങ് ഒരു വേക്കപ്പ് സ്ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. ഈ സിഗ്നലുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചാട്ടം ഉണ്ടാവുമല്ലോ നമുക്ക്. ആ സംഭവം ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഭയങ്കര കനത്തിലാണ് ആ സാധനം വരിക. പിന്നെ അടുത്ത പ്രശ്നം, സിഗ്നലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ജമ്പിങ് തമിഴ്നാട്ടിൽ കൂടുതലാണ്. അതായത് റെഡ് ആണെങ്കിൽ ആൾക്കാർ കയറി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. കാരണം നമ്മൾ കേരളത്തിൽ മഴയുണ്ട്. ആ ഭാഗത്ത് ഈറോഡ് ഭാഗത്ത് മഴയില്ല. പക്ഷേ കോയമ്പത്തൂർ, ഈ ചാവടി ഭാഗത്തൊക്കെ മഴയുണ്ട്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ നിർത്തിയിട്ടാ. ഏകദേശം 140 കിലോമീറ്റർ നമുക്ക് ഓടണം. 140 ബോർഡിൽ കണ്ടത്. ഗൂഗിളിലും അത്ര തന്നെ കാണുന്നത്. ഇനി ഓടി നോക്കുമ്പോൾ ഓഡോമീറ്റർ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നല്ല ചൂട് ചായ കിട്ടുമ്പോൾ അതിങ്ങനെ പിടിക്കുമ്പോഴുള്ള ഫീല് ഭയങ്കര ഉണ്ടായി. തണുപ്പത്ത് ഇങ്ങനെ ഓടി വന്നിട്ടേ. കാരണം ഞാൻ പെട്ടെന്നുള്ള റൈഡായത് കാരണം ജാക്കറ്റ്സോ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് ഗ്ലൗസോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നോർമൽ ഷർട്ടും ബനിയനും ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അപ്പാച്ചിയാണ്. തമിഴ്നാട്ടിൽ പിന്നെ അപ്പാച്ചി R15, TVSൻ്റെ വണ്ടിയും R15 ഭയങ്കര ഇതാണ്. വീടെത്തി 126 കിലോമീറ്റർ ആയിട്ടാണ്. 3 മണിക്കൂർ റൈഡ്.